ഇന്നത്തെ തിരുവചന ചിന്തയ്ക്ക് ആധാരമായി 37-ാം സങ്കീർത്തനം 23-ാമത്തെ വാക്യം. ഒരു മനുഷ്യന്റെ വഴിയിൽ പ്രസാദം തോന്നിയാൽ യഹോവ അവന്റെ ഗമനം സ്ഥിരമാക്കും. ഒരു മനുഷ്യന്റെ വഴിയിൽ ദൈവത്തിന് പ്രസാദം തോന്നിയാൽ ദൈവം അവന്റെ ഗമനത്തെ സ്ഥിരമാക്കും. എന്താണ് ഈ വചനത്തിലെ ആത്മിക സന്ദേശം? നാം നടക്കുന്ന എല്ലാ വഴിയും ദൈവത്തിന് പ്രസാദമാകണമെന്ന് നിർബന്ധമില്ല. പക്ഷെ നാം നമ്മുടെ ജീവിതത്തിൽ തിരഞ്ഞെടുക്കേണ്ട ഒരു കാര്യമുണ്ട്. ദൈവത്തിന് പ്രസാദമുള്ള കാര്യങ്ങൾ തിരഞ്ഞെടുക്കുവാൻ നാം ഉത്സാഹിക്കണം. നിങ്ങൾ നിങ്ങളോട് തന്നെ ഈ വചനത്തിന് മുമ്പിൽ ഒരു ചോദ്യം ചോദിക്കണം. ദൈവത്തിന് പ്രസാദമുള്ള കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് കഴിയുന്നുണ്ടോ? ലേഖനത്തിനകത്ത് പൗലോസ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നിങ്ങൾ മനുഷ്യരെയോ ദൈവത്തെയോ സന്തോഷിപ്പിക്കുന്നത്? മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവൻ ഒരിക്കലും ക്രിസ്തുവിന്റെ ദാസനായിരിക്കാൻ കഴിയുകയില്ല. അപ്പം നാം മനുഷ്യനെ പ്രസാദിപ്പിക്കാൻ ഇറങ്ങിയവരല്ല, ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ഇറങ്ങിയവരാണ്. ആരെയൊക്കെയോ പരിശുദ്ധാത്മാവ് ഇന്ന് നോക്കിയിട്ട് പറയുകയാണ്, നീ പോകുന്ന വഴി അത് ദൈവത്തിന് പ്രസാദമുള്ളതാണെങ്കിൽ നീ ഒരു വലിയ അനുഗ്രഹത്തിൽ ചെന്നെത്താൻ പോവുകയാണ്. ദൈവത്തിന് പ്രസാദമുള്ള കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങൾ മനസ്സ് കാണിക്കുന്നെങ്കിൽ അത് നാം തന്നെ സ്വയം മനസ്സ് കാണിക്കണം. ഞാൻ ഈ മെസ്സേജ് പറയുമ്പം ദൈവത്തിന് പ്രസാദമില്ലാതെ നിങ്ങൾ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ ടിവിയുടെ സ്ക്രീനിൽ വരുന്നത് പോലെ 1 by 1 ആയിട്ട് വരാൻ തുടങ്ങി. അതെല്ലാം ജീവിതത്തിൽ നിന്ന് മാറ്റണം. ദൈവം നമ്മളിൽ പ്രസാദിച്ചാൽ നമ്മുടെ ലൈഫിന്റെ ഗതി തന്നെ മാറും. ആരോടൊക്കെയോ ദൈവം സംസാരിക്കുക. ചെറിയ ചെറിയ മാറ്റങ്ങൾ ജീവിതത്തിൽ വരുത്തിയാൽ നീ വലിയ വലിയ അനുഗ്രഹത്തിൽ ചെന്നെത്തും. ഇങ്ങനെ നിന്റെ ലൈഫ് മുമ്പോട്ട് കൊണ്ടുപോകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. നിനക്കൊരു വലിയ മാറ്റം തരാൻ കർത്താവ് ആഗ്രഹിക്കും. നീ ഒറ്റയ്ക്കിരുന്ന് ദൈവത്തിന് മുമ്പിൽ ഒന്ന് പ്രാർത്ഥിച്ച്, കർത്താവെ, അങ്ങയ്ക്ക് ഇഷ്ടമില്ലാത്ത, അങ്ങയ്ക്ക് പ്രസാദമില്ലാത്ത വഴികൾ ഞാൻ തന്നെ ഉപേക്ഷിക്കുമെന്ന് പറഞ്ഞു ഒരു തീരുമാനം നിങ്ങൾ ഇന്ന് എടുക്കുന്നെങ്കിൽ ഈ ദിവസങ്ങളിൽ നിങ്ങൾ ചെന്നെത്താൻ പോകുന്ന അനുഭവം നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുന്നൊരു അപ്പുറമായിരിക്കും. ദൈവം എന്തോ നിങ്ങൾക്ക് ഒരുക്കിയിരിക്കും. എന്തോ നിങ്ങൾക്ക് ദൈവം ഒരു ഇരിപ്പിടം ഒരുക്കുക, ഒരു സ്ഥാനം ഒരുക്കുക, ഒരു അനുഗ്രഹം ഒരുക്കുക. നമുക്ക് ആ വചനത്തെ മുറുകെ പിടിക്കാം. കണ്ണുകളെ അടയ്ക്കാം. ഞങ്ങളുടെ കർത്താവേ, സ്വർഗസ്ഥ പിതാവേ, ദൈവത്തിന് പ്രസാദമുള്ള വഴികളിലൂടെ നടക്കുവാൻ നിന്റെ മക്കൾക്ക് കൃപ തരണം. തെറ്റായ വഴികളിൽ നിന്ന് എല്ലാവരെയും രക്ഷിക്കണം. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ നിന്റെ നാമം ചൊല്ലി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. അവർ അനുഗ്രഹിക്കപ്പെടട്ടെ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ദൈവത്തിന് പ്രസാദമുള്ള വഴി തെരഞ്ഞെടുക്കാം. ദൈവം അത്ഭുതമായി നിങ്ങളെ നടത്തും. ഗോഡ് ബ്ലസ് യു.